മരണത്തിൻ്റെ ഹൈവേ, ദി ഹൈവേ ഓഫ് ഡെത്ത്. 1991 ഗൾഫ് യുദ്ധത്തിൽ ഇറാഖി സൈന്യത്തിനു നേരെ അമേരിക്കയും സഖ്യകക്ഷികളും വൻ ആക്രമണം നടത്തിയ കുവൈത്തിനും ഇറാഖിലെ ബസ്രയ്ക്കും ഇടയിലുള്ള ഹൈവേ 80 എന്നറിയപ്പെടുന്ന 6 വരി പാതയാണ് മരണത്തിൻ്റെ ഹൈവേ എന്നറിയപ്പെടുന്നത്. ഇത് കുവൈറ്റ് സിറ്റിയിൽ നിന്ന് ഇറാഖിലെ അതിർത്തി പട്ടണമായ സഫനിലേക്കും തുടർന്ന് ഇറാഖി നഗരമായ ബസ്രയിലേക്കും പോകുന്നു. 1990 കുവൈത്ത് അധിനിവേശത്തിന് ഇറാഖി സേന ഈ റോഡ് ഉപയോഗിച്ചിരുന്നു. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം ഹൈവേ 80 ബഗ്ദാദിലേക്ക് പിൻവാങ്ങുകയായിരുന്ന ആയിരക്കണക്കിന് ഇറാഖി സൈനികരും സാധാരണക്കാരും സഖ്യസേനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ഏകദേശം 2000 വാഹനങ്ങളും തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തു. ഹൈവേ 80 തുടർച്ചയായ ഹൈവേ 8 രക്ഷപ്പെടാൻ ശ്രമിച്ചവരെയും ആസൂത്രിതമായി കൊലപ്പെടുത്തി. ശവശരീരങ്ങളും വാഹനങ്ങളും കിലോമീറ്ററോളം ദൂരത്തിൽ കിടന്നു. റോഡിലെ നാശത്തിൻ്റെ ദൃശ്യങ്ങൾ ഗൾഫ് യുദ്ധത്തിൻ്റെ ഏറ്റവും ക്രൂരവും വിനാശവുമായ ചിത്രങ്ങളായി രേഖപ്പെടുത്തുന്നു. 1990 ഓഗസ്റ്റിൽ ഇറാഖ് കുവൈത്ത് ആക്രമിച്ച ഗൾഫ് യുദ്ധത്തിന് തുടക്കമിട്ടു. പ്രമുഖ എണ്ണ ഉൽപ്പാദക രാജ്യവും അമേരിക്കയുടെ പ്രധാന സഖ്യകക്ഷിയുമായ കുവൈത്തിനെ സംരക്ഷിക്കാൻ അമേരിക്കയും മറ്റ് 35 രാജ്യങ്ങളുടെ സഖ്യവും ഇടപെട്ടു. മാസങ്ങൾ നീണ്ട വ്യോമാക്രമണത്തിന് ശേഷം 1991 ഫെബ്രുവരിയിൽ കരസേനയെ വിന്യസിക്കുകയും ഒരു കര ആക്രമണം ആരംഭിക്കുകയും ചെയ്തു. സോവിയറ്റ് വെടിനിർത്തൽ നിർദ്ദേശം ഇറാഖിൻ്റെ വിദേശകാര്യമന്ത്രി അംഗീകരിച്ചതായും UN പ്രമേയം 660 അനുസരിച്ച് കുവൈറ്റിൽ നിന്ന് പിൻവാങ്ങാൻ എല്ലാ ഇറാഖി സൈനികരോടും ഉത്തരവിട്ടതായും അടുത്ത ദിവസം 2 ഹൈവേകളിൽ പിൻവലിക്കൽ ആരംഭിച്ചിട്ടുണ്ടെന്നും അന്നു തന്നെ പൂർത്തിയാക്കുമെന്നും ഇറാഖ് പ്രസിഡന്റ് തന്നെ റേഡിയോയിലൂടെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ 1991 ഫെബ്രുവരി 26-27 രാത്രിയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം ബഗ്ദാദിലേക്ക് പിൻവാങ്ങുകയായിരുന്ന ആയിരക്കണക്കിന് ഇറാഖി സൈനികരും സാധാരണക്കാരെയും വാഹനവ്യൂഹത്തെയും കനേഡിയൻ ജെറ്റുകൾ മുന്നോട്ടും പിന്നോട്ടും നീങ്ങുന്നത് തടയാൻ മുന്നിലും പിന്നിലും ബോംബെറിഞ്ഞു. തുടർന്നുണ്ടായ ഗതാഗതക്കുരുക്കിൽപ്പെട്ട വാഹനവ്യൂഹത്തെ പിന്നീട് ആവർത്തിച്ചുള്ള ബോംബാക്രമണത്തിലൂടെ ആക്രമിച്ചു. ഹൈവേയിൽ നിന്ന് വഴിതിരിച്ചുവിട്ട ഏതൊരു വാഹനവും വ്യക്തിഗതമായി ട്രാക്ക് ചെയ്യുകയും വേട്ടയാടുകയും നശിപ്പിക്കുകയും ചെയ്തു. കീഴടങ്ങിയ നിരായുധരായ ഇറാഖി സൈനികർ പോലും വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു. രക്ഷപ്പെട്ടവരിൽ പലരും ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ വലഞ്ഞു. അന്താരാഷ്ട്ര സമൂഹം ആക്രമണത്തെ അപലപിച്ചു. സഖ്യസേന യുദ്ധക്കുറ്റം ചെയ്തതായി ആരോപിച്ചു. 1949 ജനീവ കൺവെൻഷനുകളുടെ ലംഘനമാണെന്നും കോമൺ ആർട്ടിക്കിൾ 3 അത് യുദ്ധത്തിന് പുറത്തുള്ള സൈനികരെ കൊല്ലുന്നത് നിയമവിരുദ്ധമാണ് എന്ന വാദവും ഉയർന്നു. പക്ഷേ ഇറാഖി സൈന്യം പിൻവാങ്ങുന്നു എന്നതിന് തെളിവുകളൊന്നുമില്ല എന്നും അതിനാൽ യുദ്ധം ചെയ്യുന്നത് തുടരും എന്നാണ് പ്രസിഡന്റ് ബുഷ് പ്രതികരിച്ചത്. ഹൈവേയിൽ ധാരാളം സൈനിക ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായും നശിപ്പിക്കുന്നതിനും ആക്രമണം ആവശ്യമായിരുന്നു എന്നും അതിർത്തി കടന്ന് ഇറാഖിലേക്ക് മടങ്ങാൻ ശ്രമിക്കുന്നത് സാധാരണക്കാർ ആയിരുന്നില്ലെന്നും മറിച്ച് ഒരു കൂട്ടം ബലാത്സംഗികളും കൊലയാളികളും കൊള്ളക്കാരും കുവൈറ്റ് സിറ്റിയിൽ നിന്ന് കൊള്ളയടിച്ച മുതലും കൊണ്ട് പിടിക്കപ്പെടുന്നതിന് മുമ്പ് രാജ്യം വിടാൻ വാഹനങ്ങളിൽ ശ്രമിക്കുകയായിരുന്നു എന്നാണ് അമേരിക്ക വാദിച്ചത്. ഹൈവേയിൽ കത്തിക്കരിഞ്ഞ വാഹനങ്ങളുടെയും മൃതദേഹങ്ങളുടെയും ചിത്രങ്ങൾ ലോകമെമ്പാടും പ്രക്ഷേപണം ചെയ്തു. ആക്രമണം ഗൾഫ് യുദ്ധത്തിൻ്റെ ക്രൂരതയുടെ പ്രതീകമായി മാറി. താങ്ക് യു ഫോർ വാച്ചിങ്.